രക്തരൂക്ഷിതമായ ഒരു കലാപമാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ നടന്നു വരുന്നത്. ഇതിന്റെ പിറകിലുള്ള ചേതോവികാരം എന്ന് പറയുന്നത് ഇസ്ലാമിക മതമൗലികവാദമാണ്. അപ്പം ഏതൊരു ഇസ്ലാമിക മതമൗലികവാദത്തെ ഉപയോഗിച്ചാണോ ഇന്ത്യയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്, അതേ പാകിസ്ഥാൻ തന്നെ ഇസ്ലാമിക മതമൗലികവാദത്തിന്റെ ചൂടറിയുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പം നേരത്തെ 2015 ഇത് രൂപീകരിച്ച റിസ്വിയുടെ മകനാണ്, കാരണം റിസ്വി മരിച്ചു, റിസ്വിയുടെ മകനാണ് ഈ മതമൗലികവാദ സംഘടനയെ നയിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റുമുട്ടലിൽ സായിദ് ഹുസൈൻ റിസ്വിക്ക് വെടിയേറ്റു എന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ ഇതുവരെ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല, എന്നാൽ ആരും അത് തള്ളിക്കളഞ്ഞിട്ടുമില്ല. അപ്പം അദ്ദേഹത്തിന് വെടിയേറ്റു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രക്തരൂക്ഷിതമായ ഒരു കലാപമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നത്. അതും മതത്തിന്റെ പേരിലാണ്, പലസ്തീന്റെ പേരിലാണ് നടക്കുന്നത്. ഇത് പലരും ഈ സമരം ചെയ്യുന്നത് കേട്ടാൽ തോന്നും ഹമാസിനെ അല്ലെങ്കിൽ പലസ്തീനെ തടഞ്ഞു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പലസ്തീനിലെ അധിനിവേശം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനിലെ ഭരണകൂടമാണ് എന്ന് തോന്നുന്ന വിധത്തിലാണ് ഇസ്ലാമിക മതമൗലികവാദികൾ അവർ സമരം ചെയ്യുന്നത്. അപ്പൊ ഈ സമരത്തെ തടയാൻ പലപ്പോഴും പോലീസിനും പട്ടാളത്തിനാവുന്നില്ല. കാരണം അവർ മതത്തിന്റെ അന്ധത ബാധിച്ച ആളുകളാണ്. അപ്പൊ അവര് പറയുന്നുണ്ട്, പിന്നെ തോക്കിന് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല, ഞങ്ങളെ വെടിവെച്ച് ഞങ്ങളെ കൊല്ലാൻ പറ്റില്ല, മരണത്തിന് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല, ബുള്ളറ്റിന് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ രക്തസാക്ഷികളാവാൻ വേണ്ടി പോകുന്ന ആളുകളാണെന്നാണ് പറയുന്നത്. അപ്പം വളരെ മതാന്ധത ബാധിച്ച, മരിക്കാൻ വേണ്ടി തന്നെ പോകുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് ഇന്ന് പാകിസ്ഥാനിൽ ഭരണകൂടത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.